ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗൈസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് തൊട്ട് മൈൻക്രാഫ്റ്റിൽ ഒരു സ്കൈ ബ്ലോക്ക് സീരീസ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ നമ്മുടെ ചാനൽ ഭയങ്കര ഡൗൺ ആണ്. ഞാൻ ഇത് വീഡിയോസൊക്കെ ഇടാൻ പറ്റുമെന്ന് ശ്രമിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ജസ്റ്റ് ചാനലൊന്ന് ഹൈപ്പും ലൈക്കും ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. പിന്നെ ഈ സ്കൈ ബ്ലോക്ക് ഈ വേൾഡ് മോഡ് വേണമെങ്കിൽ ഞാൻ ഇതിനൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ വേണമെങ്കിൽ മൈൻക്രാഫ്റ്റ് സ്കൈ ബ്ലോക്ക് എന്ന് കമൻറ്റ് ചെയ്ത് ഒരു 5 കമൻറ്റ് മിനിമം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. വലിയ പാടൊന്നുമില്ല. ഒരു 5 മിനിറ്റത്തെ പരിപാടിയേ ഉള്ളൂ. അത് ഞാൻ ചെയ്യാം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. പിന്നെ ഇതിപ്പോൾ എങ്ങനെ ബിൽഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ഇത് പിന്നെ മറ്റേ ആക്ച്വൽ സ്കൈ ബ്ലോക്ക് വേൾഡ് അല്ല. ഇത് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുന്ന പറ്റുന്നൊരു വേൾഡാണ്. അതുകൊണ്ട് തന്നെ ഇത് പിന്നെ കുറച്ച് ഞാൻ വിചാരിച്ച അത്രയും പാടില്ല. കാരണം ഇത് തൊട്ടടുത്തായിപ്പോയി എല്ലാം. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഐസി ഇവിടെ വെക്കാൻ വെച്ച് നമുക്ക് ഒരു ഇതുണ്ടാക്കാം. ഇതിങ്ങനെയാണെന്ന് എനിക്ക് തോന്നണേ. ഇതെവിടെ നിന്ന് വെച്ചു. അയ്യോ, ഇതെടുക്കാം. ഒരു മിനിറ്റ് ഇതൊന്ന് പോട്ടെ. ഓക്കെ, ഇത് വെള്ളം പോകുന്നുണ്ട്. ഇനി നമ്മളിവിടെ ഒഴിച്ചു കൊടുത്താൽ ഇവിടെ കോബിൾ സ്റ്റോൺ കേസ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ഇതാണ്. പിന്നെ ഈ ടെക്സ്ചർ പാക്ക് വേണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ടെക്സ്ചർ പാക്ക് നിങ്ങൾക്ക് തരമല്ല. നിങ്ങൾക്ക് ഇതിനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇതിൻ്റെ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഞാൻ ആദ്യം ചെറിയതായിട്ടൊന്ന് വലുതാക്കട്ടെ. എനിക്കിവിടെ നിൽക്കുമ്പോൾ കുറച്ച് പേടിയാവുന്നു. കേസ് നമുക്കിനി നമ്മുടെ മരം ഇത് മൊത്തം വെട്ടല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ സ്കൈ ബ്ലോക്ക് ഇതുവരെ കളിച്ചിട്ടില്ല. 1 ബ്ലോക്ക് കളിച്ചിട്ടുണ്ട്. സ്പോട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. നമുക്ക് ഒരു ക്രാഫ്റ്റിൻ്റെ മണ്ടത്തരാടാ തുടങ്ങുന്നതേ മണ്ടത്തരത്തിൽ. നമുക്കിനി സ്റ്റിക്ക് ഉണ്ടാക്കാം. ഉണ്ടാക്കി അത് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കാം. അത് തുടങ്ങുന്നതേ മണ്ടത്തരങ്ങളിലൂടെയാണ്. അവിടെ ബട്ടൺ ഞാൻ അറിയണം ഉണ്ടാക്കിയടാ. നമുക്ക് ഇതിൽ നമ്മളെ ബക്കറ്റും ഇതൊക്കെ ഇതിൽ തന്നെ എടുത്തേക്കാം. നമുക്ക് അവിടുത്തെ ഐലൻഡ്സിലൊക്കെ പോകണം. അതൊക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് മൈൻ ചെയ്യാം. നമുക്ക് കുറച്ച് മൈൻ ചെയ്ത് കുറച്ച് ലാബ് ഉണ്ടാക്കി അവിടെ വെക്കാം. നമുക്ക് അതിൻ്റെ സാപ്ലിങ് കിട്ടാനായിട്ട് നമുക്ക് സാപ്ലിങ് കിട്ടാൻ ചിലപ്പോൾ താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ടാവും. ഞാൻ മാക്സിമം ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഇല്ലാണ്ട് എടുക്കാൻ നോക്കാം. ഞാൻ ഇതുവരെ സ്കൈ ബ്ലോക്ക് കളിക്കാത്തതിൻ്റെ ചെറിയ പ്രോബ്ലമൊക്കെ ഉണ്ടാവും. നിങ്ങൾ കാണും. ഇടയ്ക്ക് പകുതിയും പുറത്താടാ പോണേ. പകുതി പുറത്ത് പോവാം. ഇത് അടച്ചു വെക്കാൻ വേണ്ടി നമുക്കിപ്പോൾ കിട്ടിയത് വെച്ചിട്ട് 12 സ്ലാബ്. ഓക്കെ, അത് മതിയായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ അങ്ങോട്ടേക്ക് 2 ബ്ലോക്ക് വെക്കാം. ബെഡ് റോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ വെക്കാമല്ലോ. ഓക്കെ, പിന്നെ ഇനി അങ്ങോട്ടേക്ക് 2 ബ്ലോക്ക് വെക്കാം. ഓക്കെ, പക്ഷേ ഇനിയും വേണം കുറച്ചും കൂടെ നമുക്ക് അത് വലുതാക്കാം. നമുക്ക് എന്തായാലും നമുക്കിതിലിപ്പോൾ തന്നെ നമുക്ക് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കുന്നുണ്ടാക്കി നമുക്കിത് പൊട്ടിയിട്ടുണ്ടാക്കാം. നമ്മൾ സ്കൈ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് മാക്സിമം എല്ലാം ഞാൻ ഇതിൽ അയ്യോ പോടാ ലാമ്പ്. പിന്നെ ഞാൻ ഷെയ്ഡ് ഇടാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഇവിടെ ആരും ഷെയ്ഡ് നോക്കാൻ പറ്റില്ല. എനിക്കെന്തായാലും ഈ ടെക്സ്ചർ പാക്ക് ഇഷ്ടമായി. ഇത് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ഒറിജിനൽ ടെക്സ്ചർ പാക്കാണ്. മൈൻക്രാഫ്റ്റിൻ്റെ മറ്റേ നമ്മളിപ്പോൾ വല്ല ട്രെയിലർ മൈൻക്രാഫ്റ്റിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഈ ടെക്സ്ചർ ഇട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ 18 എങ്ങാനും ഉണ്ടാക്കാൻ പറ്റുന്നു. ഓക്കെ,
ഓക്കെ, ഇവിടെയും കൂടെ 2 ബ്ലോക്ക് ഇങ്ങനെ വെച്ച് നോക്കാം. ഓക്കെ, ഇങ്ങോട്ടേക്ക് 2 ബ്ലോക്ക്, പിന്നെ ഇവിടെ ഒരു കുറച്ച് ഉണ്ടാക്കാം. നമ്മൾ പിന്നെ അതല്ലാണ്ട് കിട്ടി. ഞാൻ ഉദ്ദേശിച്ച ബ്ലോക്കായിരുന്നു, ബ്ലോക്കായിട്ട് മെർജായിപ്പോയെന്ന്. അങ്ങോട്ടേക്കും കുറച്ച് സ്ലാബ് വെച്ച്. ഓക്കെ, ഇത് മതിയാവുമെന്ന് തോന്നണം. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ചും കൂടെ മൈൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ചും കൂടെ വലുതാക്കാം. എനിക്ക് പേടാ എങ്ങാനും സാപ്ലിങ് കിട്ടിയത് ഇങ്ങനെ അറ്റത്ത് നിൽക്കുന്ന മൂലക്ക് നിൽക്കുന്നതിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഓക്കെ. ഈ 3 എവിടെയും കൂടെ അങ്ങ് വെച്ച് കൊടുത്ത് ഈ 2 ഇവിടെ. ഇനി നമുക്ക് വാരം പിടിക്കാം. ഇനി സാപ്ലിങ് എവിടെയും പോകത്തില്ല, കാരണം ഇപ്പം ചെറിയൊരു എനിക്ക് ഓടി നടക്കാം അങ്ങനെ ഓടി നടക്കാൻ പറ്റത്തില്ല. അത് പൊട്ടിക്കല്ലേ. ഇവിടെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 1 ഇരിപ്പുണ്ട്. അതേ സാപ്ലിങ് കിട്ടി. നമുക്ക് ആദ്യം ഇതൊക്കെ അങ്ങ് പൊട്ടിച്ചാൽ. പിന്നെ ഇതിൽ ഈ ടെക്സ്ചർ പാക്കിൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം തന്നെ ഇതിലെ ലീഫാണ്. ലീഫിന് ടെക്സ്ചർ ഇല്ല, ഒരു ടെറാക്കോട്ട ഫീലാണ് ഇത് ഫുള്ള്. മറ്റേ പച്ച ടെറാക്കോട്ട, ഞാൻ സ്റ്റിക്കല്ലേ എന്താ കിട്ടിയില്ലേ. എടാ, ഒരു ഒരെണ്ണം കൂടെ കിട്ടുവാണെങ്കിൽ കൊള്ളായിരുന്നു. എടാ, കിട്ടത്തില്ല അതൊന്നും. ഈ ഒരെണ്ണേ കിട്ടത്തുള്ളടാ. ഒരെണ്ണം കൂടെ കിട്ടി. ഓക്കെ, അങ്ങനെ 2 കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ പെട്ടിയിൽ വെക്കണ്ട, നമുക്കിത് ഇവിടെ തന്നെ ഒരെണ്ണം വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് അങ്ങോട്ടേക്ക് കുറച്ച് ഭാഗം വെച്ചിട്ട് നമുക്ക് അവിടെയും വെക്കാം. ഈ പിക്കാക്സ് ഒന്ന് പൊട്ടട്ടെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇത് നമുക്കിടത്ത് ഇങ്ങോട്ടേക്ക് വെക്കാം. ഈ ഒരു മൈൻക്രാഫ്റ്റ് ഇത് നമുക്ക് ഇത് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണമെങ്കിൽ മിനിമം ഒരു വീഡിയോക്ക് ഒരു 5 ലൈക്ക് കിട്ടിയാലേ ഞാൻ ഇതിൻ്റെ പാർട്ട് 2 ഇടത്തുള്ളൂ. 5 ലൈക്ക് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളാണ്. 100 പേരെങ്കിലും മിനിമം കണ്ടു കഴിഞ്ഞാൽ 100-ലൊരു 5 പേര്, നിങ്ങൾക്ക് 100 പേരും ലൈക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. 100 പേരും ലൈക്ക് ചെയ്യാലോ. ഒക്കെ ഇത് ഫുള്ള് കത്തിപ്പോടെ, എനിക്കത് ഇഷ്ടമില്ല. അതാണെങ്കിൽ പെട്ടെന്ന് പൊട്ടുന്നുമില്ല. നമുക്ക് ഇതിൽ നിന്ന് 1 മാത്രം എടുത്ത് എന്തോ അൺലോക്ക് വരായടാ. നമുക്ക് ഇവിടെ ഇത് വെക്കാം. ഇത് കത്തത്തില്ലെന്നാണ് എൻ്റെ പ്രതീക്ഷ. കത്താണ്ടിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, നമുക്ക് ഇനി ഇത് പൊട്ടിയാം. ഇത് വെച്ചത് ഇത് പൊട്ടാണ്ടിരിക്കാനാണ്, കാരണം നമ്മളിങ്ങനെ സ്പാം ചെയ്തിങ്ങനെ ഇരിക്കാമല്ലോ. അതെവിടാ? എടാ, ലാവ കത്തിപ്പോടാ അത്. അയ്യോ, ബാക്കി അവിടെ ഉണ്ടല്ലേ. ഇതെപ്പോൾ വളരുമോ എന്തോ. ഇത് വളർത്താനും പിന്നെ ഒരു വഴിയേ ഉള്ളൂ. അല്ല, മോവ് ഫാം ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന്. അതിന് മോവ് ഫാം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതിലെങ്ങനെയാണോ ഇനി സോംബി വില്ലേജറിനൊക്കെ കണ്ടുപിടിക്കണത്. നമുക്ക് ഇന്ന് കുറേ പണി ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്നത് ചെറിയൊരു ഫുഡ് ഫാം ഉണ്ടാക്കാമെന്ന് പറ്റത്തുള്ളൂ. പക്ഷേ ഫുഡ് ഫാം ഉണ്ടാക്കാൻ നമ്മുടെ കയ്യിലൊന്നും ഇല്ല. ഉള്ളത് ഇനി ഈ പ്ലാറ്റ്ഫോമൊക്കെ പൊട്ടി നമുക്ക് അപ്പുറത്തേക്ക് ആക്കുമ്പോൾ ഫുഡ് കിട്ടത്തുള്ളൂ. നമുക്കിനി ഫുഡ് കിട്ടാൻ എന്താ വഴി? ഫുഡ് കിട്ടാൻ ഒരു വഴിയുണ്ട്. നമുക്കൊന്നും ചെയ്യണ്ട. ഇതൊന്ന് പൊട്ടുവാണെങ്കിൽ എനിക്ക് അടുത്തത് ഉണ്ടാക്കാറുന്നില്ല. കുറച്ച് സ്റ്റോൺ കിട്ടിയിട്ട് കോബിൾ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. നമുക്കതൊക്കെ എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഷിഫ്റ്റ് ബട്ടൺ, ഈ ബെഡ് റോക്കിൽ ഷിഫ്റ്റ് ബട്ടൺ മറ്റേ ഇതാണല്ലോ, ടോഗിളാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ നെക്കി പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കണ്ട. ഇവിടെ ഒരു 3 ബ്ലോക്ക് വിട്ടെങ്ങാണ്ട് പോരേ. ഓക്കെ, 3 നോക്ക്. നമുക്കാണെങ്കിൽ ഇവിടെ ഒരെണ്ണം സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് കുറച്ചും കൂടെ
ദൂരത്താക്കാം. നമുക്ക് പ്രോപ്പറായിട്ട് നമുക്കൊരു എന്താ ഇത് മറ്റേ ഫാം ഉണ്ടാക്കാം. നമ്മളിത് ഇത്രയും നമ്മുടെ പ്ലാറ്റ്ഫോം വലുതായി. ഓക്കെ, ഇതൊന്ന് പെട്ടെന്ന് പൊട്ടുവാണെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നേനെ. അവിടെ ഇതിങ്ങനെ പൊട്ടാണ്ട് ഇങ്ങനെ ഇത് പൊട്ട് വരുമ്പോഴത്തേക്ക് സമയം കുറേ പോകുന്നുണ്ട്. അത് ഇഷ്ടമാവുന്നില്ല. ഒരു മിനിറ്റ് ഇമോട്ട് ഇട്ട് നോക്കട്ടെ. ഞാനേ ഇതുവരെ ഞാൻ ഇമോട്ടൊന്നും ഇട്ടിട്ട് നോക്കട്ടെ. ഫ്രണ്ട് പേഴ്സൺ അടിച്ചിട്ട് ഇമോട്ട്. ഓ മാസ് ഒന്നും കൂടെ ഇവരാ. ക്ലാപ്പ് 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 ക്ലാപ്പ്. അതിനടാ വരാനുണ്ട്. എന്തോ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതെന്താ ദേതാ അതൊക്കെ എന്താ? ഇങ്ങനെ ഇട്ടിട്ട് റിമോട്ട് ഇടാം. ഇങ്ങനെ നിന്നിട്ട് അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ. നമ്മുടെ നിങ്ങൾക്ക് ഞങ്ങളുടെ മൾട്ടിപ്ലെയർ വേൾഡ്, അതിൻ്റെ മൾട്ടിപ്ലെയറിൻ്റെ വീഡിയോ ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ. ഉടായ്പ സീരീസ് ആണ്. ഈ സീരീസിൻ്റെ പേര് ഉടായ്പല്ലേ കേട്ടോ. നമ്മൾ ഫുള്ള് സർവൈവലാണ്. ഒരു ക്രിയേറ്റീവ് പോലും എടുത്തിട്ടില്ല. ശരിക്കും എടുത്തിട്ടില്ല. നമുക്കിത് പ്രോപ്പറായിട്ട് എന്താ ഇത് സെറ്റാണ്. ഇവിടെ ഇന്ന് ഇതിൻ്റെയൊക്കെ അയൺ എങ്ങനെ ബ്രീഡർ ഉണ്ടാക്കണല്ലേ. അതൊക്കെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. എന്തെങ്കിലും ചെയ്ത് അതുകൊണ്ടൊക്കെ ഉണ്ടാക്കണം. നമുക്ക് എന്തായാലും അതിനെപ്പറ്റി ഒന്നും ആലോചിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിലൊക്കെ എങ്ങനെ ഇത് ഡോക്യുമെൻ്റൊക്കെ നമുക്ക് ഇത് രാത്രി ഏടാ. ടോർച്ചില്ല. ടോർച്ച് എടുക്കണമെങ്കിൽ ഈ മരം വെച്ചിട്ടേ പറ്റത്തുള്ളൂ. ടോർച്ച് വില്ലേജറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം. വില്ലേജറിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കോള് വാങ്ങാവോ? കോള് വാങ്ങാൻ പറ്റുമോ? അതാണ് ലാഭം എന്ന് പറയാൻ. അതാണ് ഈ ചവിട്ടുമ്പോൾ ലാഭം. കാരണം നമുക്ക് വലിയ പണിയില്ല. കുറച്ച് എറണാകുളം എറിഞ്ഞു കൊടുക്കണം. അതിപ്പോൾ നമുക്ക് അതൊന്നും ഇപ്പോഴത്തെ കാര്യം നമ്മൾ ആലോചിക്കണ്ട. അപ്പോൾ നമ്മളത് പൊട്ടി. ഞാൻ കുറച്ച് സൗണ്ട് കൂട്ടട്ടെ. സൗണ്ടുണ്ട്. കുറച്ച് കുറച്ചിട്ടെ. അപ്പം നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കുറച്ച് സ്ലാബ് ഉണ്ടാക്കി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡും കൂടെ അങ്ങനെ സെറ്റാക്കാം. ഓക്കെ, ഇവിടെ എനിക്കിവിടെ സ്പീഡ് ബ്രിഡ്ജ് ചെയ്യാൻ പേടിയാണ്. സത്യം പറയാം, എനിക്ക് പേടിയായിട്ടാണ് ഞാൻ ഇവിടെ സ്പീഡ് ബ്രിഡ്ജ് ചെയ്യാട്ടെ. ഞാൻ കുറച്ച് ദിവസമായിട്ട് സ്പീഡ് ബ്രിഡ്ജ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യണമെന്നൊക്കെ എനിക്കുണ്ട്. അവിടെ ഇവിടെ ചിലപ്പോൾ സ്പോണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വല്ല മോബ് അവിടെ സ്പോണാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വളരുമ്പോൾ വലിയ മരമായിട്ട് വളർന്നതിന് അത്രയും ലാഭമുണ്ട്, പക്ഷെ കഷ്ടപ്പാടുമുണ്ട്. അവിടെ നമുക്കിവിടെ ഈ ഡയറക്റ്റങ്ങ് വെക്കാം. എന്നിട്ട് ഓക്കെ, ഇവിടെ ഇതൊക്കെ ഇപ്പോൾ 2 മരങ്ങളുണ്ട്. ഇത് രണ്ടും വലുതാവുന്നില്ല. അപ്പോൾ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഇതിൽ കുറച്ച് ഇതിരിപ്പുണ്ട്. നമുക്കിപ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഐലൻഡിൽ പോവാൻ പറ്റും. അപ്പോൾ ഇവിടെ അടുത്തുള്ള ആവശ്യമുള്ളൊരു ഐലൻഡ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സ്പ്രൂസിൽ പോവുകയാണെങ്കിൽ ലാഭമായിരുന്നേനെ. സ്പ്രൂസിൽ പോവായിരുന്നു. വേറെ ഐലൻഡൊന്നും എനിക്ക് കാണുന്നില്ല. നമുക്ക് അവിടെ പോകാൻ ഒരു സ്റ്റാക്ക് ഞാൻ പൊട്ടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ബാക്കിയെല്ലാം അകത്ത് വെക്കാം. ഞാനും അറിയാണ്ടൊന്ന് ചത്തുപോയിക്കാനാ തീരും. വേറെ എന്തെങ്കിലും ബ്ലോക്ക് നമുക്ക് എടുത്ത് വെക്കണോടാ. അവിടെ ഒരു മിനിറ്റ്. അവിടെ ഈ ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ച അതെൻ്റെ കൈ കെട്ടി. അത് നമ്മൾ ഇതിലെടുത്ത് വെച്ചിട്ട് ഇതാണ് ആ ലാഭം. അതാകുമ്പോൾ എനിക്ക് ഇങ്ങനെ ഇരുന്ന് പൊട്ടിച്ചോണ്ടിരിക്കാം. ഞാൻ എന്തായാലും ഇത് ഫുൾ എന്തോ ഒരു സ്റ്റാക്ക് എടുത്ത് ഞാൻ പൊട്ടിച്ചിട്ട് കാണാം. പിന്നെ ഇതിൽ ചീറ്റിംഗ് ഒന്നും പറ്റത്തില്ല. കാരണം ഇത് സ്കൈ ബ്ലോക്കാണ്. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തു
നമ്മളെ കാണിച്ചു തരാം എനിക്കിതിൽ ക്രിയേറ്റീവ് ആക്കാൻ പറ്റുമെന്ന്. ഇത് കണ്ടോ, എനിക്ക് ക്രിയേറ്റീവ് ആക്കാൻ പറ്റത്തില്ല. ഇത് ഓൾറെഡി ക്രിയേറ്റീവ് മൂഡിലൊക്കെ കിടക്കുന്നത്, പക്ഷെ പേഴ്സണൽ ഗെയിം മാത്രമേ സർവൈവലിൽ കിടപ്പുണ്ടാവുകൊണ്ട് ഇതൊന്നും എനിക്ക് എനേബിൾ അല്ല. ഇത് വേണമെങ്കിൽ എനിക്ക് മാറ്റാം, പക്ഷേ അത് ഞാൻ നോർമലി തന്നെ ഇടാൻ പോവാം. പിന്നെ ഇത് ഒരു ആക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട, ഞാനൊന്ന് കഷ്ടപ്പെട്ടിട്ട് വരാം. അപ്പോൾ നമ്മളിത് ഒരു സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ ഒപ്പിച്ചിട്ടുണ്ട്. ഒരു സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ, അതായത് ഒരു സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ ഉണ്ട്. ഇത് നമുക്ക് ഫുള്ള് സ്ലാബാക്കാം, ഫുള്ളങ്ങ് സ്ലാബാക്കാം. പിന്നെ ഇത് ഡൗൺ സ്ലാബാണ്. ഇത് നമുക്കൊരു സ്റ്റാക്ക് ഒപ്പിക്കാം. ഒരു സ്റ്റാക്ക് നമ്മളിത് ബിൽഡ് ചെയ്യാം. ഓക്കെ, ഇത്രയും മതി. ബാക്കി എല്ലാം നമുക്ക് ഇവിടെ വെച്ചിട്ട് പോവാം. ഇവിടെ എല്ലാം വെച്ചിട്ട് പോവാം. നമുക്കിത് ഇപ്പം നമുക്ക് പോകാൻ പറ്റുന്നത് അങ്ങോട്ടേക്ക് പോവാം. പിന്നെ ഈ ഡൗൺ സ്ലാബ് വെക്കണം. ഡൗൺ സ്ലാബാണ് വേണ്ടത്. ഡൗൺ സ്ലാബ് ഡൗൺ സ്ലാബ് വെച്ചിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. ഇതൊന്നും കാണുന്നില്ലടാ. അയ്യോ, എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതെന്തുവാ? അയ്യോ, ഇത് ഡൗൺ സ്ലാബ് അല്ലടാ. പോടോ. എന്തോ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇതിപ്പോൾ പണിയായല്ലോടെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. നമുക്ക് അവിടം വരെ ഇങ്ങനെ പോവാം. ഇപ്പം നമ്മൾ കുറച്ചെത്തി. പിന്നെ നമ്മുടെ സ്കിന്ന് നിങ്ങൾക്ക് ഞാൻ ഈ ഉപയോഗിക്കുന്ന വെബ്സൈറ്റിൽ ഈ ആപ്പിൽ കൂടെ തന്നെ നിങ്ങൾക്ക് സ്കിന്നും പലതരത്തിലുള്ള സ്കിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അനിമൽ ക്യാരക്ടർ, വൺ പീസ് ക്യാരക്ടറിൻ്റെ സ്കിന്ന് കാണാം. ഇനി JJK, ഡ്യൂൺ സ്ലെയർ, അങ്ങനെ ഞാൻ കുറേ ക്യാരക്ടേഴ്സിൻ്റെ സ്കിന്നൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്കിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ജുജുത്സു കൈസൻ്റെ യൂജി ഇത്തോറിൻ്റെ സ്കിന്നാണ്. ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. ഞാൻ ലൂഫിൻ്റെ ഒക്കെ കണ്ടായിരുന്നു, ബട്ട് ഞാൻ വൺ പീസ് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്തുമില്ല. ഇപ്പം നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഓടിപ്പിച്ചു. എങ്ങനെയാണ് ഞാനിത് പണിഞ്ഞത്? ഇവിടെയൊക്കെ കൊണ്ട് ബ്ലോക്കിങ് മിസ്സിങ്. ഇതൊക്കെ പൊട്ടിച്ചെടുക്കണം. കുറച്ചും കൂടെ ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ ബ്ലോക്ക് എടുത്തിട്ട് നമുക്ക് ഇത് സെറ്റാക്കാം. നമുക്കത് ഇപ്പോൾ കുറച്ചും കൂടെ മതിയായിരുന്നു. നമുക്കൊരു അരസ്റ്റാക്ക് കൊണ്ടുപോവാം. അരസ്റ്റാക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ ഈ പിക്കാക്സ് എടുത്ത് കയ്യിൽ വെച്ചേക്കാം. നമുക്ക് ഇതങ്ങ് പൊട്ടിച്ചേക്കാം. ഇതങ്ങ് പൊട്ടിക്കാം. അത് പോയി. അത് കിട്ടി. അതും കിട്ടി. നമുക്കിത് ഇടക്കൊന്ന് 2 ബ്ലോക്കൊക്കെ ഇങ്ങനെ വെക്കാം. കാരണം ഇത് വെക്കുന്നത് ഞാൻ വീഴാണ്ടിരിക്കാനാണ്. പിന്നെ ഇവിടെ 2 ബ്ലോക്ക് ആവശ്യമുണ്ട്. മെസ്സേജ് വന്നു. ഇവിടെ ഓക്കെ, ഇപ്പം ചെറിയൊരു സേഫ്റ്റി ഉണ്ട്. സേഫ്റ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര സേഫ്റ്റി ഒന്നുമില്ല. അവിടെ ഒരു സ്പൈഡർ നിൽക്കുന്ന ഇവിടെ ഒന്നും സ്പോണില്ല. കാരണം ഡൗൺ സ്ലാബാണ്, ഒന്നും സ്പോണാകത്തില്ല. നമുക്കിത് ഇങ്ങനെ വെച്ച് തന്നെ പോവാം. ഒക്കെ വെച്ച് 2 മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ് ഈ അവിടെ ബ്ലോക്ക് വെക്കേണ്ടി വന്നത്. ഇവിടം വരെ എത്തിയടാ. അയ്യോ, നേരെ ഓടിപ്പോയി. ഇങ്ങനെ വെച്ച കാരണം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ എത്താനാണ് ഓടിപ്പോം. അയ്യോ, ഇപ്പം ഞാൻ മുഞ്ചിന്ന് കഴിയായിരുന്നു. കുറച്ചും കൂടെ ബ്ലോക്ക് ഇരിപ്പുണ്ട്. നമുക്ക് അധികം ഒന്നും വേണ്ട, നമുക്ക് കുറച്ചുണ്ടാക്കിക്കൊണ്ട് പോയാൽ മതി. അവിടെ പിന്നെ ഒരു ഇതും കൂടി ഇരിപ്പുണ്ട്.
മറ്റേ സ്പൈഡർ ഇരിപ്പുണ്ട്. സ്പൈഡർ നമ്മൾ എന്തെങ്കിലും ചെയ്യുമോയെന്ന് എനിക്കറിയത്തില്ല. രാവിലെ സ്പോണാകുന്ന സ്പൈഡർ ഒന്നും ചെയ്യത്തില്ല. ബട്ട് രാത്രി അത് സ്പോണായതാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ രാവിലെ ആകുമ്പോൾ ഇനി അറ്റാക്ക് എടാ ഇവിടെയൊക്കെ ചെസ്റ്റ് ഇരിപ്പുണ്ടടാ. കൊള്ളാലോ. സ്പൈഡർ എടാ 2 കൗ മക്കളെ. എടാ ഇവിടെ ഇതുണ്ടോ മറ്റേ വീറ്റ് ഉണ്ടെങ്കിൽ സെറ്റായനെ. ഇത് മക്കളെ ഇതിലെന്താടാ? ലാവ ബക്കറ്റോ? എടാ സിൽട്ടച്ചോ. എടാ ഇതെന്താ? എടാ ഇതേതാടാ? ഇതിപ്പോ ഗെയിം ഭയങ്കര ഈസി ആയി കേട്ടോ. എടാ ഇവന്മാരെ എനിക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ ടെസ്റ്റ് ഇരിപ്പുണ്ട്. ഈയിടെ ഇവിടെ ഒന്നും വീറ്റ് വെച്ചില്ലടാ അവന്മാര്. മക്കളെ നിങ്ങളിപ്പോൾ എനിക്കറിയിച്ചേ അല്ല, നമുക്ക് ഇവിടുത്തെ അടിയിലെ ബ്ലോക്കൊക്കെ ഒന്ന് പൊട്ടിക്കണമായിരുന്നു. എടാ ഒരു ഐഡിയ ഉണ്ടാ. നമുക്ക് ഇന്ന് തന്നെ കുറച്ച് പണി ചെയ്യാം. നമുക്ക് ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം മരം അവിടെ ഉണ്ട്. നമുക്ക് കുറച്ച് അടിയിൽ ആ ഡെർട്ടൊക്കെ പൊട്ടിച്ച് നമുക്ക് ഇവിടെ നമ്മുടെ മരം. എടാ ഇവിടെയും സ്പോണായടാ. അവനെ കൊല്ലണോടാ. അല്ല നമുക്ക് വേണമെങ്കിൽ ഫുഡാണ് ഇപ്പോൾ പ്രശ്നമെങ്കിൽ നമുക്കിത് ഇങ്ങോട്ടേക്ക് എടുത്ത് ചാടി മതി. ബ്രോ ഉണ്ടോ? നമുക്ക് ഫുൾ ഹെൽത്ത് ആയി. ഇത് മരം, നല്ല മരം, ഇത് വലിയ മരം. നമുക്ക് എന്തായാലും ഈ മരം വെട്ടാം. ഇത് എത്ര മിനിറ്റ് വീഡിയോ ആയെന്ന് എനിക്കൊരു പിടിയുമില്ല. ഞാൻ ചുമ്മാ അങ്ങ് വീഡിയോ എടുക്കുക. നിങ്ങൾക്ക് അടിയിൽ ആ ഡർട്ടും കൂടി എടുത്ത് ഇവിടെ കുറച്ച് ചെറിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കണമെന്നുണ്ടാ. എടാ നമുക്ക് ഇതിൽ ഒരു മരം മാത്രം നമുക്ക് എടുത്തൊന്ന് കൊബിൾസ്റ്റോൺ ആക്കാം. കൊബിൾസ്റ്റോൺ ചാർക്കോൾ ആക്കാം. അതിന് നമുക്ക് ഇതുണ്ടാക്കി എടാ ഇതിന് സാപ്ലിങ്ങിൻ്റെ കാര്യം ഒരു സാപ്ലിങ് കിട്ടിയ അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഒരെണ്ണം നട്ട് വെക്കാനും പറ്റും. ആ കാര്യത്തിൽ പ്രശ്നം വേണ്ട. ഇത് താഴെയൊന്നും പോകത്തില്ല. ഓക്കെ ഗൈസ്, നമ്മൾ കറക്റ്റായിട്ട് ബിൽഡ് ചെയ്തുകൊണ്ട് താഴെയൊന്നും പോകത്തില്ല. ഇതൊക്കെ ഒന്ന് പൊട്ടിക്കാം. എടാ 3 4 എടാ അവിടുത്തെ ഡെർട്ട് പൊട്ടിക്കണോടാ. എനിക്ക് ഇപ്പം തന്നെ പൊട്ടിക്കണം ഡെർട്ട്. എടാ അയ്യോ ഒരു കാര്യം മറന്ന്. എടാ നമ്മുടെ എടാ ഒരു കാര്യം മറന്നടാ. എന്താന്നറിയോ? മണ്ടത്തരം പറ്റി ഗൈസ്. നമുക്ക് ഒരു ഷവല് ഉണ്ടാക്കാം. എന്നിട്ട് ഇതെടുത്ത് വെക്കാം. എടാ എൻ്റെ ബക്കറ്റ് പോടാ, സിൽട്ടച്ച് പോടാ. അയ്യോ ഇങ്ങനെ പോയാൽ മതി. പതുക്കെ പോകാൻ. എന്നിട്ട് നമുക്ക് അവിടുത്തെ ഫുള്ളൊന്നും പൊട്ടിക്കണ്ട. ആ ലാസ്റ്റത്തെ 2 ലെയർ എനിക്ക് പൊട്ടിച്ചാൽ മതി. ഫുള്ള് പൊട്ടിക്കണമെന്നില്ല. എനിക്കൊരു 20 10 എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം സ്ലൈം കുറച്ച് ഡേഞ്ചറാട്ടോ. കുറച്ച് ഡേഞ്ചറാണ്. ബ്ലോക്ക് എടുക്കാൻ പറഞ്ഞു. ഇവിടുന്ന് തന്നെ ഒരു ബ്ലോക്ക് അങ്ങ് എടുക്കാം. എന്നിട്ട് നമുക്ക് അയ്യോ
അയ്യോ വീണില്ല. നമുക്ക് കുറച്ച് ഒരു 10 എണ്ണം എടുക്കാം. ഒരു 10 എണ്ണം എടുക്കാം ഗൈസ്. നമുക്കൊരു 10 എണ്ണം അവസാനമായി നമ്മൾ കുറച്ചും കൂടെ എടുക്കാം. ഇവിടെ ബെഡ്റോക്കും ഉണ്ട് നമ്മൾ. സീരിയസ് തുടങ്ങിയപ്പോഴേ ബെഡ്റോക്കൊക്കെ നമ്മളുണ്ട്. എടാ എനിക്ക് സത്യം പറഞ്ഞാൽ കളിക്കാൻ വലിയ പിടിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന കുറച്ച് ടിപ്സ് എന്നോട് ഷെയർ ചെയ്യാൻ വേണം. അത് പോയി. അങ്ങനെ ആ പരിപാടി കിട്ടി. ഈ മരം വേണമെങ്കിൽ വെട്ടായിരുന്നു, പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ ബ്ലോക്കൊന്നുമില്ല. എനിക്ക് അവിടെ ചെന്നിട്ട് നമ്മുടെ കയ്യിലുള്ള സാപ്ലിംഗ് ഒക്കെ ഒന്ന് എടുത്ത് വെക്കണം. എൻ്റെ ജിൽ ടച്ച് പോയി, ആവശ്യമം പറഞ്ഞിട്ട് കാര്യമില്ല. കുഴപ്പമില്ല. ഈ നമുക്ക് എന്തായാലും അവിടെ എല്ലായിടത്തും ഇതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ സാധ്യ അവിടെ ഉണ്ടില്ല. അവിടെ ഉണ്ട്. അവിടെ ഞാൻ കണ്ടായിരുന്നു. ഇവിടെയും ഉണ്ട്. ഇവിടുന്ന് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെസ്റ്റ് ഇരിക്കുന്നു. എല്ലാ ഐലൻഡിലും ചെസ്റ്റ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവിടുന്ന് അല്ലെങ്കിൽ അവിടുന്നൊക്കെ എഫിഷ്യൻസി കിട്ടും. എടാ ഇതെന്താ കുഞ്ഞാപ്പിളിയൊക്കെയാടാ ഇവിടെ സ്പോൺ ആവുന്നേ. ഞാൻ കുറച്ച് നേരം ഒരു 1/2 സ്റ്റാക്ക് മൈൻ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ഒരു 1/2 സ്റ്റാക്ക് മൈൻ ചെയ്തിട്ട് എപ്പോൾ വേണമെങ്കിൽ കൊല്ലണ്ടായിരുന്നു. മര്യാദക്ക് മാറിയെന്നു ഞാൻ കൊന്നതായി. ചെറിയ നമുക്ക് എന്തായാലും ഇവിടെ ഒരെണ്ണം നട്ടു വെക്കണം. ഇവിടെ നട്ട് വെച്ചോ. നമുക്കിനി അങ്ങോട്ടേക്ക് കുറച്ച് ബിൽഡ് ചെയ്യാം. അല്ലെങ്കിൽ പുറകിലേക്ക് 2 ബ്ലോക്ക് ബിൽഡ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഞാനൊരു 1/2 സ്റ്റാക്ക് ഒപ്പിച്ചിട്ട് നിങ്ങളെ കാണിക്കാം ഗൈസ്. അല്ലെങ്കിൽ കുറച്ച് നേരം പോകും. അപ്പോൾ ഗൈസ് എൻ്റെ പിക്കാക്സും പൊട്ടി ഞാൻ അത് ബിൽഡ് ചെയ്ത് ദേവി ഇവനിവിടെ നിൽപ്പുണ്ട്. ഇവന് മാറിന്നോ ഞാൻ അടിക്കും. പിന്നെ അപ്പോൾ ഗൈസ് നമുക്ക് ഒരു പുതിയ പിക്കാക്സ് ഉണ്ടാക്കാം. നമുക്ക് ഒരു ഇത് ഉണ്ടാക്കാം. പിന്നെ ഒരു സോഡി ഇരിക്കട്ടെ കയ്യിൽ എടുത്തു. അയ്യോ ഇതൊക്കെ നമുക്ക് ഇവിടെ വെക്കാം. നമുക്ക് ഇനി ഇത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഈ നമുക്ക് ഇതിൽ നിന്ന് ഒരു വുഡ് മാത്രം ഒന്നെടുത്ത് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ഇതൊന്ന് സ്ലാബാക്കിയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് വെച്ച് നമുക്ക് ഒരേ ഒരു ഒരെണ്ണം ഉണ്ടാക്കാം. നമുക്ക് എന്താ ഇപ്പോൾ ട്രീ കളയണ്ടെന്ന് പറയുന്നുണ്ടാവും. ഇപ്പം നമ്മൾ ട്രീ ഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഇപ്പം ഞാനത് ഉണ്ടാക്കുന്ന ടോർച്ച് ഉണ്ടാക്കാനാണ് ഗൈസ്. കാരണം ഇവിടെ സ്പോൺ ആകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ സ്റ്റിക്ക് ഇവിടെ എടുത്തു. ടോർച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇപ്പുറത്തെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് രാത്രി അങ്ങോട്ട് പോകണത് ശരിയല്ല. ഞാൻ പോകുന്നു. രാത്രി അങ്ങോട്ട് പോകണ്ട. സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഇത് രാവിലെ വെച്ചാലും മതി. അയ്യോ ഇതിൽ കൂടെ പോണ പേടിയാണ്. അയ്യോ ഓടിക്കോ. അവിടെ തന്നെ വന്നു കേട്ടാ. നല്ല ചിക്കൻ തന്നെ. അങ്ങനെ ഞാൻ ജീവനുണ്ട്. അപ്പം നമുക്ക് ജീവനുണ്ട്. ആരും പേടിക്കണ്ട, എനിക്ക് ജീവനുണ്ട്. എടാ ഞാൻ ഇപ്പം സത്താണ്, സത്യം പറയാട്ടോ. എനിക്ക് ഇപ്പോൾ ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്ത. ഞാൻ പേടിച്ചു പോളോ. എടാ സാമാനം എനിക്കതൊന്നും ടോർച്ചും വെക്കാൻ പറ്റിയില്ല. അവിടെ പോയതൊന്നും അവിടെ സ്പോണാവെന്ന് മനസ്സിലായി കേട്ടോ. നമുക്ക് ഇതിൽ നിന്നൊരു 3 ബ്ലോക്ക് ഇട്ട് 3 ഒരു 4 ബ്ലോക്ക് എടുത്തു. ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 4 ബ്ലോക്ക് ഇടാം. നമുക്ക് ആദ്യം ഇതൊന്ന് ഫില്ലാക്കി നമുക്ക് 2 ഇതും കൂടെ നിൽക്കാൻ പാകത്തിനുണ്ടാക്കണം. അവന് രാവിലെ അവിടുന്ന് പോവോ എന്തോ. അവിടുന്ന് ഡീസ്പോൺ ആയടാ.
ഡിസ്പോണി പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകണ്ട. എനിക്ക് ഒരു വട്ടം പോയി എൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. ഇവിടെ എൻ്റെ മൈക്ക് ക്വാളിറ്റി ഞാൻ പതിയാണ് സംസാരിക്കുന്നത്. എനിക്കറിയത്തില്ല ഇനി ഞാൻ സംസാരിക്കുന്നതിൻ്റെ വോളിയം എത്രത്തോളം എനിക്കുണ്ടോയെന്ന്. ഞാൻ ഒന്നും സെറ്റിങ്സ് ഒന്നും മാറ്റിയില്ല. ജസ്റ്റ് ഞാൻ സെറ്റിങ്സ് റെക്കോർഡിൻ്റെ സെറ്റിങ്സിൽ ചെന്നിട്ട് മൈക്ക് ഓണിൻ്റെ സെറ്റിങ്സ് മാത്രം ഒന്ന് മാറ്റിയിട്ടുള്ളൂ. വേറെ ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്കറിയത്തില്ല. ഞാൻ ഇനി ഇത് കൊള്ളാമാണെങ്കിൽ ഞാൻ അടുത്തത് നോക്കാം. അവിടെ ഒരു ടോർച്ച് വെക്കണമെന്നുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഇപ്പം അത്യാവശ്യം ചെറിയ വെട്ടമൊക്കെ ഉണ്ട്. നമുക്കിനി നമുക്ക് എവിടെ നിന്നെങ്കിലും ഒരു ബ്ലോക്ക് വരും. ഇവിടെ നിന്നൊരു 4 ബ്ലോക്ക് മാറി. 4 ബ്ലോക്ക് വേണമായിരുന്നു, 3 ബ്ലോക്ക് മതിയായിരുന്നു. കുഴപ്പമില്ല. നമുക്ക് 4 ബ്ലോക്ക് മാറി ഇവിടെ ഒരു സാപ്പിൽ നട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ മിസ്സായതും അതവിടെ കൊണ്ട് വെച്ചിട്ടുമുണ്ട്. ഇതിൽ നിന്നൊരു 3 ബ്ലോക്ക് മാറിയിട്ട് ഇവിടെ അത് പോയി കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒരു ഇവിടെ സെറ്റായിട്ടുണ്ട് ചെറിയൊരു ട്രീ ഫാം. നമുക്കിനി അങ്ങോട്ടേക്ക് ബിൽഡ് ചെയ്യാനും വേണമെങ്കിൽ ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ചുമ്മാ അവിടെ വെക്കാനായിട്ട് ഞാൻ ചുമ്മാ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ പ്ലാറ്റ്ഫോം വലുതാക്കണം. അയ്യോ, മണ്ടേ കയറി നോട്ടിക്കാൻ എന്നാലേ കിട്ടത്തുള്ളൂ. അങ്ങനെ ചെറിയൊരു ട്രീ ഫാം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ട്രീ ഫാം. ഇപ്പം 6 മരത്തിന് നിൽക്കാൻ പാകത്തിനുള്ളൂ. ഇവനെ കൊല്ലണമെന്നില്ല, കാരണം ഇപ്പം എനിക്കിവിടെ ഇവൻ മാത്രമേ ഫ്രണ്ടുള്ളൂ. പിന്നെ ഈ ടോർച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഗോൾഡ് എടുത്തിട്ട് നമുക്ക് ചെറിയൊരു വുഡ് ഫാം ഉള്ളതുകൊണ്ട് നമുക്കിതെടുത്ത് ഇതിൻ്റെ മണ്ടയിലൊന്ന് വെക്കണം. എനിക്ക് ഇതിൻ്റെ മണ്ടയിൽ കയറി ഇരുന്നത് പൊട്ടിക്കാം. ഇതൊന്ന് പൊട്ടുമെന്ന് എനിക്കറിയത്തില്ല. പൊട്ടുകൂടാ കൈ വെച്ചൊക്കെ പൊട്ടും. എടാ പണി കിട്ടി എടാ. ഇല്ല, അകത്ത് വെച്ചോ. എടാ ചെറിയൊരു പണി കിട്ടി. എടാ ഇനി എന്തോ ചെയ്യൂടാ, അത് പോയോ? നമ്മളെന്തോ ചെയ്യൂടാ. ഇനി ആകെ ഒരു വഴിയേ ഉള്ളൂ, ആ ഒരു ഐലൻഡിലേക്ക് പോവാം. എടാ നമുക്കെന്തായാലും അതൊക്കെ നമുക്ക് നാളെ തന്നെ ചെയ്യാം. നാളെ നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നാളെ വല്ല എക്സ്പ്ലോറിങ് മതിയെങ്കിൽ എക്സ്പ്ലോറിങ് ചെയ്യാം. ഇതൊക്കെ എടുത്ത് വെച്ചു, ഒരാവശ്യം. എന്നാലും നമുക്കിതൊന്ന് എടുത്ത് വെക്കണമല്ലോടാ, നമുക്കിതൊന്നും എടുത്ത് വെക്കണമായിരുന്നു. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം. ഇതാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. കിട്ടിയില്ല. എങ്ങനെ കിട്ടാൻ? ഇതെവിടെ വെക്കണമായിരുന്നു? ഇതിങ്ങനെ എങ്ങനെ കിട്ടും? അയ്യോ എടാ, അയ്യോ മുഞ്ചിയാ. ഇതൊന്നും എടുത്തു കഴിഞ്ഞാൽ ഞാൻ വേരുമോ? നമ്മളെന്തായാലും അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ മുഞ്ചിട്ടുണ്ട്. നമുക്കെന്തായാലും ഇപ്പോൾ ഉള്ളത് നമ്മുടെ കയ്യിൽ ഈ പിക്കാക്സ് ഉള്ളത് കൊണ്ട് നമുക്ക് പേടിക്കണ്ട. ഈ പിക്കാക്സ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇത് വളർന്നിട്ടായാലും എടുക്കാൻ പറ്റും. ഇല്ല, ഈ സ്ലാബുണ്ട്. ഈ സ്ലാബും കൂടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം. നമുക്കിപ്പോൾ ഫുള്ള് വെക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് കവറും ചെയ്ത് ഇത്രയും വെക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇത്രയും വെക്കുന്നുള്ളൂ. എടാ അവിടെ വളർന്നടാ. ഞാൻ ഇവിടെ ഇപ്പോൾ വെച്ചതാ, പക്ഷെ അത് വളർന്നു. ഞങ്ങൾക്ക് എന്താ ഇതിപ്പോൾ ലാവില്ലാത്തതുകൊണ്ട് പണി കിട്ടിയിരിക്കുകയാണ്. അല്ല, ലാവില്ലെങ്കിൽ ഞാനെങ്ങനെ അങ്ങോട്ട് പോവും? പണി കിട്ടി. അപ്പം നമ്മുടെ കയ്യിലുള്ള എല്ലാ വുഡും എടുത്ത് നമുക്ക് സ്ലാബാക്കാം. 42 സ്ലാബുണ്ട്. ഇപ്പം നമുക്ക് ട്രീ ഫാം ഉള്ളതുകൊണ്ട് ട്രീ വെച്ചിട്ട് എങ്കിലും നമുക്ക് കുഴപ്പമില്ലാണ്ട് നമുക്ക് സ്ലാബ് വെച്ചെങ്കിലും പോവാം. അത് അവിടെ വളർന്നു. നമുക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യാം.
അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ സ്കിന്നും ഈ സ്കൈ ബ്ലോക്കിൻ്റെ മോഡും പിന്നെ ഈ ടെക്സ്ചർ പാക്കും ഇതൊക്കെ വേണമെങ്കിൽ ഒന്നെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ അടിയിൽ സ്കൈ ബ്ലോക്ക് മോഡെന്നോ അല്ലെങ്കിൽ സ്കിന്നെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ ടെക്സ്ചർ പാക്കെന്ന് കമൻറ്റ് ചെയ്യുക. ഒരു 5 കമൻറ്റ് ചെയ്തതിൽ 3 എണ്ണത്തിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിനായിട്ടൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. നിങ്ങൾ വീഡിയോ അപ്പോൾ നമുക്കിന്ന് ചാടിച്ചാവാം, എൻ്റെ രക്തം കുറച്ച് കുറവാണ്. ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു.